Hi my dear friends, എല്ലാവർക്കും MP ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ മുസ്തഫ പുഞ്ചപ്പാടം. ഇന്നിവിടെ IAS എന്നുള്ള സ്വപ്നവുമായി നടക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവർ ഓപ്ഷണൽ സബ്ജക്റ്റ് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 5 കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, സിവിൽ സർവീസ് എക്സാമിൽ ഓപ്ഷണൽ സബ്ജക്റ്റ് എന്നുള്ളത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ റാങ്ക് നിർണ്ണയിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന മാർക്കും ഓപ്ഷണൽ സബ്ജക്റ്റിൻ്റെതാവും. അപ്പോൾ നമ്മൾ വ്യക്തമായ രീതിയിലല്ല ഓപ്ഷണൽ സബ്ജക്റ്റ് തിരഞ്ഞെടുത്തതെങ്കിൽ അത് നമ്മുടെ മാർക്ക് കുറയാനും അത് നമ്മൾ റാങ്കിൽ പിന്നോട്ട് പോകാനും കാരണമാവും. അപ്പോൾ അതുകൊണ്ട് ഓപ്ഷണൽ സബ്ജക്റ്റ് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 5 കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പായി ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആ ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. എല്ലാവർക്കും MP ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ മുസ്തഫ പുഞ്ചപ്പാടം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങൾ, ഒന്നാമത്തെ കാര്യമാണ് ഏറ്റവും ഇഷ്ടമുള്ള വിഷയം തിരഞ്ഞെടുക്കുക എന്നുള്ളത്. നമ്മുടെ പാഷൻ, നമ്മൾ പഠന സമയത്ത് നമ്മൾ എൻജോയ് ചെയ്ത് പഠിച്ച സബ്ജക്റ്റ് ഏതാണോ ആ ടോപ്പിക്, ആ സബ്ജക്റ്റ് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഒന്നാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം നമ്മൾ ധാരാളം വായിക്കാനും പഠിക്കാനുമുള്ളതാണ്. ആ സമയത്ത് നമുക്കതിലൊരു ആനന്ദം കണ്ടെത്താൻ സാധിക്കുന്നതാണ്. എത്രത്തോളം വായിച്ചാലും എത്ര തന്നെ വായിച്ചാലും നമുക്ക് മടുപ്പ് വരാതെ അത് പഠനം രസകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോഴാണ്. അതുപോലെ തന്നെ അതിൽ നമുക്കൊരു ആത്മവിശ്വാസം മറ്റുള്ള സബ്ജക്റ്റിനേക്കാൾ കൂടുതൽ നമുക്ക് നമ്മളുടെ ഇഷ്ടപ്പെടുന്ന സബ്ജക്റ്റിൽ നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഗുണം. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം സ്കോറിംഗ് ആയ സബ്ജക്റ്റ് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ധാരാളം സബ്ജക്റ്റുകൾ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. അതിൽ ഏറ്റവും സ്കോറിംഗ് ആയ സബ്ജക്റ്റ് ഏതെന്ന് നാം കണ്ടെത്തുക. അത് കണ്ടെത്തണമെങ്കിൽ 2011 മുതൽ പുതിയ പാറ്റേൺ വന്നത് മുതലുള്ള 2011 മുതലുള്ള മാർക്ക് ഒരു അനലൈസ് ചെയ്തതിന് ശേഷം എത്രത്തോളം ആളുകൾക്കാണ് ഏത് സബ്ജക്റ്റിലാണ് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള ഒരു അനാലിസിസ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് കണ്ടെത്താൻ പറ്റും ഇന്ന സബ്ജക്റ്റിന് നല്ല സ്കോറിംഗ് ആയ സബ്ജക്റ്റാണ്. ചില സബ്ജക്റ്റുകൾ ഏതൊരാളെടുത്ത് കഴിഞ്ഞാലും ചില സബ്ജക്റ്റുകൾ സ്കോർ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നൊക്കെ കണ്ടെത്താൻ സാധിക്കുമ്പോൾ, അപ്പോൾ സ്കോർ ചെയ്യാത്ത സബ്ജക്റ്റിനേക്കാളും ഈ സ്കോർ ചെയ്യുന്ന സബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ആ ഗുണം നമ്മൾക്കും കിട്ടുമെന്നുള്ളതാണ്. സ്കോറിംഗ് മാത്രം ഉണ്ടായാൽ പോരാ, അതിൻ്റെ കൂടെ നമ്മൾ ഒന്നാമത് പറഞ്ഞ പോയിന്റ് ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റും ആവണം, അതിൻ്റെ കൂടെ നല്ല സ്കോറിംഗ് ആയ സബ്ജക്റ്റും ആവുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. മൂന്നാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അവൈലബിലിറ്റി ഓഫ് ദി മെറ്റീരിയൽ. ഞാൻ തിരഞ്ഞെടുക്കുന്ന ഈ ഓപ്ഷണൽ പേപ്പറിന് മെറ്റീരിയൽ എത്രത്തോളം അവൈലബിൾ ആണ്, അതുപോലെ തന്നെ എനിക്ക് എത്രത്തോളം അത് കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ്. മെറ്റീരിയൽ തീരെ ലഭിക്കാത്ത സബ്ജക്റ്റ് നമ്മൾ ഓപ്ഷണൽ സബ്ജക്റ്റ് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അത് നമ്മളുടെ പഠനത്തെ ബുദ്ധിമുട്ടിലാക്കും. അപ്പോൾ മെറ്റീരിയൽ നമുക്ക് നന്നായി മെറ്റീരിയൽ ലഭ്യമാവുന്ന സബ്ജക്റ്റുകൾ, അത് ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും മെറ്റീരിയൽ ലഭ്യമാവുന്ന സബ്ജക്റ്റ് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് മൂന്നാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. നാലാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അവൈലബിലിറ്റി ഓഫ് ദി ക്ലാസ്സസ് ഓർ എ ഗൈഡൻസ്. നമുക്ക് ചില സബ്ജക്റ്റ് തിരഞ്ഞെടുക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ള നിർബന്ധമായി വരും. അപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സബ്ജക്റ്റിന്, ഞാൻ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റിന് എൻ്റെ ലൊക്കാലിറ്റിയിൽ എനിക്ക് എത്തിപ്പെടാൻ കഴിയുന്ന ഏരിയയിൽ ക്ലാസ് ലഭ്യമാണോ, എനിക്കിതിന് ഗൈഡ് ചെയ്യാൻ പറ്റിയ ഒരാളെ ലഭ്യമാണോ എന്നുള്ളത് നിർബന്ധമായി നാം പരിഗണിക്കേണ്ടതുണ്ട്. കേരളത്തിൽ നിന്നുകൊണ്ട് ചില സബ്ജക്റ്റ് ചിലപ്പോൾ കേരളത്തിൽ നമുക്ക് ക്ലാസ്സസ് കിട്ടാത്ത ചില സബ്ജക്റ്റ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് ഇവിടുന്ന് നമ്മൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അത് പുറത്ത് പഠിക്കാൻ പോകാൻ കഴിയാത്ത ആളുമാണെങ്കിൽ അയാൾക്കത് ബുദ്ധിമുട്ടാവും. അപ്പോൾ നമുക്ക് ക്ലാസ് കിട്ടുന്ന സബ്ജക്റ്റ് ആവുക എന്നുള്ളതാണ് നിങ്ങൾ നാലാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അഞ്ചാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഫീഡ്ബാക്സ്. ഈ സബ്ജക്റ്റ്
ഓപ്ഷണൽ സബ്ജക്റ്റ് ആയിട്ട് ഈ സബ്ജക്റ്റ് തിരഞ്ഞെടുത്ത ധാരാളം ആളുകളുണ്ടാവാം. അവരിൽ ചിലരെങ്കിൽ നിങ്ങൾ കണ്ടെത്തി അവരുമായിട്ട് ഈ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് കണ്ടെത്തുക എന്നുള്ളതാണ്. ഈ പേപ്പർ സ്കോറിംഗ് ആണോ, അതുപോലെ തന്നെ ഈ പേപ്പർ എവിടെ എത്തിയാലാണ്, ഏത് കോച്ചിങ് സെൻ്ററിലാണ് നല്ല ക്ലാസ് കിട്ടുക, അല്ലെങ്കിൽ ഏത് ഗൈഡിനെ കണ്ടെത്തിയാലാണ് നല്ല ക്ലാസ് എനിക്ക് കണ്ടെത്താൻ പറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ഫീഡ്ബാക്ക് നിങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് അഞ്ചാമതായിട്ട് ചെയ്യേണ്ടത്. ഫീഡ്ബാക്ക് കണ്ടെത്തുമ്പോൾ ചിലപ്പോൾ ചിലർ നെഗറ്റീവായിട്ട് ചിലപ്പോൾ ഫീഡ്ബാക്ക് തന്നേക്കാം. എങ്കിലും ഒരാളുടെ നെഗറ്റീവ് ഫീഡ്ബാക്കിൻ്റെ ബേസിലൊന്നും തീരുമാനം എടുക്കരുത്. ഒരു 2, 3, 4 ആളുകളെങ്കിലും മിനിമം കണ്ടെത്തി അവരിൽ നിന്നും മാക്സിമം കൂടുതൽ ഭൂരിപക്ഷം ആളുകളും പറയുന്ന ഫീഡ്ബാക്കിൻ്റെ ബേസിൽ ഓപ്ഷണൽ സബ്ജക്റ്റ് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ പറഞ്ഞ 5 കാര്യങ്ങൾ, നമ്മൾ ഇന്ന് പറഞ്ഞ ഈ 5 കാര്യങ്ങൾ, ഒന്നാമതായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റ് തിരഞ്ഞെടുക്കുക, രണ്ടാമതായിട്ട് സ്കോറിംഗ് പേപ്പറാണോ എന്നുള്ളത് കണ്ടെത്തുക, മൂന്നാമതായിട്ട് അവൈലബിലിറ്റി ഓഫ് ദി മെറ്റീരിയൽസ്, നാലാമതായിട്ട് അവൈലബിലിറ്റി ഓഫ് ദി ക്ലാസ്, അഞ്ചാമതായിട്ട് ഫീഡ്ബാക്സ്. ഈ 5 പോയിന്റുകൾ പരിഗണിച്ചുകൊണ്ടാവണം നിങ്ങൾ ഓപ്ഷണൽ സബ്ജക്റ്റ് തിരഞ്ഞെടുക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ഇത് പരിഗണിക്കാതെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഓപ്ഷണൽ സബ്ജക്റ്റിനേക്കാളും നിങ്ങൾക്ക് ഇത് പരിഗണിച്ചുകൊണ്ട് ഓപ്ഷണൽ സബ്ജക്റ്റ് തിരഞ്ഞെടുക്കുകയും പഠിക്കുകയും ചെയ്താൽ നന്നായിട്ട് സ്കോർ ചെയ്യാനും അതിലൂടെ ഉന്നത റാങ്കിലേക്ക് എത്താനും സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ IAS എന്നുള്ള സ്വപ്നവുമായി നടക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ആ സ്വപ്നം ഉടൻ തന്നെ പൂവണിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഗുഡ് ബൈ.